കഥാപരമായും സാങ്കേതികപരമായിട്ടും അഭിനയപരമായിട്ടൊക്കെ നമ്മുടെ മലയാള സിനിമ അനുദിനം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സിനിമ കണ്ട എനിക്ക് തോന്നിയിട്ടുള്ളത് നിരാശ മാത്രമാണ്. അത് ഈ പറഞ്ഞ കഥാപരമായിട്ടാണെങ്കിലും സാങ്കേതികപരമായിട്ടാണെങ്കിലും അഭിനയപരമായിട്ടാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നാദിർഷയാണ്. കഥയും തിരക്കഥയും സംഭാഷണം എഴുതിയിരിക്കുന്നത് റാഫിയാണ്. ഹിഷാം അബ്ദുൾ വഹാബാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഷാജികുമാറാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ഷമീർ മുഹമ്മദ് ആണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ ടെക്നീഷ്യൻസ് ഉണ്ടെങ്കിൽ കൂടിയും സിനിമ നിരാശ തന്നു എന്ന് മാത്രമല്ല, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് മറ്റൊരു കാര്യം നമ്മുടെ സംവിധായകനായിട്ടുള്ള നാദിർഷയോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതായത് സിനിമയ്ക്ക് മുൻപ് ഒരു 1-1.5 ആഴ്ച മുൻപ് റിലീസ് ആവുന്നതിന് മുൻപ് നാദിർഷ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പുള്ളിയുടെ സിനിമയെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുള്ളിയെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല തുടങ്ങിയ കുറേ രീതിയിലുള്ള ഇരവാദം മുഴക്കിയിരുന്നു. പുള്ളി വിക്ടിം കാർഡ് ഇറക്കിയിരുന്നു. അപ്പോൾ പുള്ളിയോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല സിനിമ എടുത്തു കഴിഞ്ഞാൽ, കാലത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ സിനിമകൾ ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലതാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കും. കാലത്തിന് ആവശ്യമില്ലാത്ത രീതിയിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ സ്വീകരിക്കാത്തതിന് ഇരവാദം മുഴക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടമായിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ നിങ്ങൾ തന്നെ ഒരു ഇമാജിനറി വേൾഡിൽ ഇരുന്നിട്ട് നിങ്ങൾ തന്നെ അങ്ങ് സങ്കല്പിച്ചെടുക്കുമ്പോൾ പിന്നെ അതിൽ കാര്യമില്ലല്ലോ. നിങ്ങൾ റിയാലിറ്റി എന്തെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ രാമ അക്ബർ അന്തോണി അല്ലെങ്കിൽ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, അതിനു മുമ്പ് നിങ്ങളുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. അത് കുത്തനെ താഴേക്ക് പോയിരിക്കുകയാണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയോട് കൂടി ആ ഗ്രാഫ് ഇനി കുത്താഴേക്ക് പോകാനില്ലാത്തത് കൊണ്ട് അത് നേരെ സമാന്തരമായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അത്രയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല, നാദിർഷ ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, കേഷ് സിനിമയ്ക്ക് ഇത്ര ലാഭം കിട്ടിയിട്ടുണ്ട്, ഇത്ര പ്രോഫിറ്റ് ഉണ്ട്, OTT നിന്ന് ഇത്ര പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരെ വെല്ലുവിളിക്കുന്ന പോലെയൊക്കെയാണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്. പക്ഷേ നിങ്ങളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എത്ര പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളെ പ്രൊഡ്യൂസർക്ക് എത്ര ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തോ ഇല്ലയോ എന്നുള്ളത് കൂടി ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം പ്രേക്ഷകരെ കൂടി കുറച്ചും കൂടി മാനിക്കുക, നിങ്ങൾ റിയാലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ ശത്രുക്കളായി കാണാത്ത രീതിയിൽ കാര്യങ്ങൾ സമീപിച്ചത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പം നമുക്ക് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയിലേക്ക് തന്നെ വരാം. സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് നെപ്പോ കിഡ്സ് ആയിട്ടുള്ള അർജുൻ അശോകനും മുബിൻ ആൻഡ് റാഫിയാണ്. നമ്മുടെ എഴുത്തുകാരനും സംവിധായകനുമായ റാഫിയുടെ മകൻ. കൂട്ടത്തിൽ നായികയായിട്ട് എത്തിയിരിക്കുന്നത് ദേവിക സഞ്ജയ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി 2024 എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ അശോകൻ എന്ന് പറയുന്ന നടന്റെ സാധ്യതകളെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു. ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെ പോരുന്ന ഗ്രാഫായിരുന്നു. നമ്മുടെ നാദിർഷയുടെ സിനിമയിൽ അഭിനയിച്ചതോടെ ഇതാ കുത്തനെ ഇല്ലാണ്ടായിട്ടുണ്ട്. ആ ഗ്രാഫ് എന്ന് പറയുന്നത് കുത്തൻ താഴേക്ക് പോയിട്ടുണ്ട്. നല്ലൊരു നടനെ കൊണ്ടുപോയിട്ട് അഭിനയിപ്പിച്ച് നശിപ്പിച്ചു എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയിൽ കഥയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഈ മയക്കുമരുന്ന് കടത്തിനെ വല്ലാത്ത രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, വല്ലാത്ത രീതിയിൽ റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒമർ MDMA എന്ന് പറയുന്ന സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ സിനിമ എടുത്തു എന്ന് പറഞ്ഞ് വിവാദമാക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇതും വിവാദമാക്കാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ മയക്കുമരുന്ന് കടത്ത് നടത്തുന്നത് നായികയായിട്ടുള്ള കഥാപാത്രമാണ് ജാനകി. ദേവിക ചെയ്യുന്ന കഥാപാത്രമാണ്. നായികയായിട്ടുള്ള ജാനകി ഏത് സാഹചര്യത്തിന്റെ മേലാണേലും ഈ മയക്കുമരുന്ന് കടത്തിന് കൂട്ടു നിൽക്കുന്നു എന്ന് പറയുന്നത് സിനിമ വല്ലാണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർക്ക് പോലും ആഹാ അടിപൊളിയാണല്ലോ എന്നുള്ള തോന്നലൊക്കെ വരാൻ സാധ്യത കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും നിരാശയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അർജുൻ അശോകൻ പറയുമ്പോൾ തന്നെയാണ് നമ്മുടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ദേവിക സഞ്ജയുടെ കാര്യം. ദേവിക സഞ്ജയ് സത്യനന്ദഗാഡ് സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിനിയാണ്. പുള്ളിക്കാരൻ്റെ 2 സിനിമകളിൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി ചെയ്യുന്ന സിനിമയാണ്. പക്ഷേ അഭിനയിക്കാൻ പുള്ളിക്കാരി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 2 സിനിമകളിൽ എന്താണ് അഭിനയിച്ചത് അത്ര തന്നെ പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ. ഒരു മിനിമം ടെൻഷൻ എന്ന് പറയുന്ന ഭാവം പോലും പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ അറിയില്ല, അഭിനയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഭയങ്കര നിരാശ തരുന്ന കാര്യമാണ്. പിന്നെ മുബിൻ റാഫി എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ റാഫിയുടെ മകനാണ്, നെപ്പോ കിഡ് ആണ്. മുബിനെ കാണുമ്പോൾ എന്തൊക്കെയോ എനിക്ക് ഈ ഗണപതിയുമായിട്ടൊക്കെ റിസംബ്ലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. മുബിൻ കൊള്ളാം, മുബിന്റെ പെർഫോമൻസ് കൊള്ളാം, തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മുബിൻ അഭിനയിക്കുന്നുണ്ട്. ഒരു ഭാവിയൊക്കെ മുമ്പോട്ട് അവനുണ്ട്, അഭിനയത്തിലുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. സിനിമയിലെ വില്ലന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് സിനിമയിലെ വില്ലന്മാരൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഞാനാണ് ഈ സിനിമയിലെ വില്ലൻ, ഞാനാണ് ഇതിൽ പ്രധാന വില്ലൻ എന്നൊക്കെ കാണിക്കുന്ന പോലെയാണ് പല വില്ലൻ വേഷം ചെയ്യുന്ന ആളുകളുടെയും ഒരു മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ ദേവിക സഞ്ജയുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ദേവിക സഞ്ജയ്ക്കാണെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രകടനമാണ്. അതേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു തരം പ്രകടനം തന്നെയാണ് ഈ വില്ലന്മാരിലൊക്കെ കാണാൻ പറ്റുന്നത്. ബൈജു, സജു, നവോദയ തുടങ്ങിയ ആളുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. അവരുടെ പെർഫോമൻസ് ഒക്കെ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ജാഫ്രിഡിക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ.
അവരെല്ലാം തിരക്കേടില്ലാത്ത രീതിയിൽ ഈവൻ റിയാസും വന്നിട്ടുണ്ട്. പുള്ളി നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് പ്രധാന കഥാപാത്രങ്ങളെക്കാൾ നന്നായിട്ട് കുറെ കൂടി അഭിനയിച്ചിരിക്കുന്നത് സപ്പോർട്ടിംഗ് ക്യാരക്ടർ ചെയ്തവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമ മൊത്തത്തിലൊരു പാക്കേജ് ആണ്. അവിടെ നിങ്ങൾക്ക് പ്രണയം കാണാൻ പറ്റും, ഹ്യൂമർ കാണാൻ പറ്റും, ത്രില്ലർ കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ നമ്മളെ നിരാശപ്പെടുത്തും. ഈ ഇത്രയും നാച്ചുറൽ കോമഡി, നാച്ചുറൽ ഹ്യൂമർ എന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് ചിരിക്കാൻ തോന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സിനിമയുടെ എഴുത്തുകാരനായിട്ടുള്ള റാഫി ഇതിൽ ഉസ്താദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നമ്മുടെ റാഫിക്ക് വേണ്ടി തന്നെ എഴുതിണ്ടാക്കിയിട്ടുള്ള കഥാപാത്രമാണ്. അതുകൊണ്ട് അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം നിരാശപ്പെടുത്തുന്നതാണ്. ഷമീർ മുഹമ്മദിന്റെ കട്ട്സ് വലിയ അഭിപ്രായങ്ങളൊന്നും പറയാൻ തോന്നുന്നില്ല. ഒരു സാധാ വർക്കിന് ആവശ്യമായിട്ടുള്ളത് എന്തോ അത് അയാൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഛായാഗ്രാഹകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളതുപോലെ ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ അത്ര തന്നെ ഛായാഗ്രഹണം അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിൽ എന്താണ് സിനിമയെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റാഫി ആൻഡ് നാദിർ ഷാ കോമ്പിനേഷനിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം അത്തരം പ്രതീക്ഷകളൊക്കെ മാറ്റി വെച്ചിട്ട് സിനിമ കാണാൻ പോവുക. അല്ലെങ്കിൽ എന്നെ പോലെ നിരാശപ്പെടേണ്ടി വരും. പിന്നെ നാദിർഷയോട് പറയാനുള്ളത്, ഇരവാദം കളിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒട്ടും അപ്ഡേറ്റഡ് അല്ല, സിനിമാപരമായിട്ട് ഒട്ടും അപ്ഡേറ്റഡ് അല്ല. എന്തൊക്കെയാണ് ഇന്നത്തെ സിനിമയ്ക്ക് ആവശ്യം, ഇന്നത്തെ സിനിമ എവിടെ എത്തി നിൽക്കുന്നു, ഇനി ഭാവിയിൽ എങ്ങനെയുള്ള സിനിമകളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സിനിമ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഗ്രാഫില്ലേ, ഈ താഴ്ന്നു നിൽക്കുന്ന ഗ്രാഫ് കുത്തനെ മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.